വെൽക്കം ബാക്ക് ടു ഷാഹിനാസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ 3rd ഡേ ഇൻ കസക്കിസ്ഥാൻ. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് 2 വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇന്നാണ് നമ്മുടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ദിവസം. ബിക്കോസ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്ഥലങ്ങളിലാണ് ഇന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മൾ പോകാൻ പോകുന്നത് കാരിയോൺ കന്യോണിലാണ്. അതായത് അവിടെ പോയാൽ നമുക്ക് നല്ല ലാൻഡ്സ്കേപ്പ് ഒക്കെ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ട്രെക്കിങ്, ക്യാമ്പിങ് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അവിടെ. പിന്നെ നമ്മൾ പോകുന്നത് നിങ്ങളൊക്കെ പിക്ചറിൽ, അതായത് കസക്കിസ്ഥാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന എല്ലാവരും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കോൾസായ് ലേക്ക്. അതെ, നമ്മൾ ഏറ്റവും കൂടുതൽ കസക്കിസ്ഥാൻ്റെ ഒരു പിക്ചേഴ്സൊക്കെ നോക്കിയാൽ അവർ ഏറ്റവും അവരുടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ലേക്കാണ് കോൾസായ് ലേക്ക്. അപ്പോൾ നമ്മൾ അവിടെ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കോൾസായ് ലേക്ക്. അങ്ങനെ ഞാൻ ഈ ട്രിപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കി നിന്നൊരു സംഭവമാണ് കോൾസായ് ലേക്ക്. അപ്പം അവിടെ പോയി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ലെറ്റ്സ് ഗോ. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പോകുന്നത് വില്ലേജ് ഏരിയാസിലൂടെയാണ്. അതായത് നമുക്ക് പോകുന്ന വഴി ഒരുപാട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, ഒരുപാട് ഇവിടുത്തെ പച്ചയായിട്ടുള്ള മനുഷ്യന്മാരെന്ന് പറയത്തില്ലേ, ഇവിടെയുള്ള ആൾക്കാർ, അതായത് ഇവിടുത്തെ ഫാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഫ്രഷാണ്, ഫ്രഷ്. ഹലോ, അപ്പം നമ്മളൊരു 3 hours ഡ്രൈവ് ചെയ്തിട്ട് ഇവിടെ കാരിയോൺ കനോണിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്കൊരു 1/2 hour ട്രക്ക് ചെയ്തിട്ട് വേണം ഇൻസൈഡ് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ അതേ വിസിറ്റേഴ്സിൻ്റെ എൻട്രൻസിൻ്റെ ഏരിയ ആണ്. ഇവിടെ നമുക്ക് വാഷ്റൂം യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ താഴത്തായിട്ടൊരു കഫേയും കൂടെ ഉണ്ട്. നമുക്ക് കാണിച്ചു തരാം. അവിടെ പോയിട്ട് നമുക്ക് കോഫിയോ എന്തെങ്കിലും വേണമെങ്കിലൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ. കാരണം ഇൻസൈഡ് പോയാൽ കുറച്ച് എക്സ്പെൻസീവ് ആണെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ഇങ്ങോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്കിവിടെ ഡ്രസ്സ് കട കാണാം. നമുക്ക് ഈ ഡ്രസ്സ് കടയിൽ കയറിയിട്ട് നോക്കാം, ഇവിടുത്തെ റേറ്റൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഓ, ഇവിടുത്തെ പ്രൈസൊക്കെ നോക്കിക്കേ. ഈ ഒരു കോട്ട് പോലത്തെ ഇതിന് 65,000. ഇവിടെ നോക്കിക്കേ, നോർമലൊരു ജാക്കറ്റിന് 48,000. ഡ്രസ്സൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇവിടെ. നമുക്ക് ട്രഡീഷണൽ ടൈപ്പ് പല തൊപ്പി, പല കളറുണ്ട്. ഇതിൻ്റെ പ്രൈസൊന്നും ഇതിലില്ല.
കൊള്ളാവാ. നമ്മളിവിടുന്ന് താഴേക്ക് ഒരു 5 minutes വാക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു വണ്ടിയിൽ കയറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നടക്കാം താഴത്തോട്ട്. കയറുന്നതാണ് സീൻ. ഇറങ്ങുമ്പോൾ സിമ്പിളാണ്, എളുപ്പം ഇറങ്ങാൻ പറ്റും. പക്ഷെ കയറുമ്പോൾ നമ്മൾ കുറച്ച് പാടുപെടും. ഇത് അവിടെയൊക്കെ കുറേ ആൾക്കാർ നിൽപ്പുണ്ട്, കയറാനായിട്ട് പാടുപെട്ട്. അപ്പം നമ്മുടെ വണ്ടി ഫസ്റ്റ് ഒരു ട്രിപ്പ് ആൾക്കാരെ കൊണ്ടുപോയി. നമുക്കതിൽ കയറാൻ പറ്റിയില്ല, സ്പേസ് ഇല്ലായിരുന്നു. അപ്പം സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ വെയിറ്റിംഗ് ആണ്. ഓപ്പണിൽ പോകും മിക്കവാറും. നമ്മൾ 2 വണ്ടിയുണ്ട്, ഒരെണ്ണം ക്ലോസ്ഡ്, ഒരെണ്ണം ഓപ്പണും. നമുക്ക് ഓപ്പണിൽ പോകാനാണ്. ഓപ്പൺ ഒരു പ്രത്യേക വൈബ് വരുന്നുണ്ട്. നമുക്ക് നോക്കാം, അതിൽ നമ്മൾ പോകുന്നു. വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ടോട്ടൽ 1 2 3 4 5 6 7 8 പേര് ബാക്കിൽ കയറിയിട്ടുണ്ട്. 2 പേര്. അവിടെ നോക്ക്, ടെന്റ് പോലെയൊക്കെ കെട്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ക്യാമ്പിംഗ് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. ഓ അടിപൊളിയല്ലേ. ഓ അങ്ങോട്ട് നോക്ക്. ആണോ, ഞങ്ങളെടുത്താ കാണിച്ചോ.
പുറത്തിറങ്ങുമ്പോൾ ചൂടുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകുമ്പം റിവറിൻ്റെ അകത്ത് ഇറങ്ങുമ്പോൾ തണുത്ത് ഇങ്ങനെ മഴ വയ്ക്കുവാണ്. സൂപ്പർ. ഇതാണ് നമ്മൾ കരിയോൺ കെനിയോണിലേക്ക് ട്രക്കിങ്ങിന് കയറാനായിട്ട് എടുത്ത ടിക്കറ്റ്. നിങ്ങൾക്ക് ഇവിടെ കാണാം 800 ടെങ്കയാണ് പെർ പേഴ്സൺ നമുക്കായിട്ടുള്ളത്. നല്ല രസമില്ലേ കാണാനായിട്ട് ടിക്കറ്റ്? റെഡും ഒരു വെറൈറ്റി. കരിയോൺ കെനിയോണിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പും അവിടുത്തെ വ്യൂസൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് അടുത്ത ഡെസ്റ്റിനേഷനിലാണ്. നമ്മളിങ്ങനെ കാത്ത് നിന്നൊരു ഡെസ്റ്റിനേഷനാണ് കോൾസായിലേക്ക്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ പോണ വഴിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന്. അതുപോലെ തന്നെ പോണ വഴി നമ്മൾ കണ്ടിട്ട് നല്ല ഇഷ്ടമായി. ചെറിയ ചെറിയ വില്ലേജസും ചെടികളും കുന്നുകളും മരങ്ങളും എല്ലാം കൊണ്ടും ഭയങ്കര രസമായിട്ടുള്ള സ്ഥലമാണ്. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ ഈ വ്യൂസൊക്കെ ഒന്ന് കണ്ടു നോക്കും, നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും. വിൻ്റർ ആയിരിക്കുമ്പോൾ ഈ സ്ഥലങ്ങളൊന്നും ഇങ്ങനെയല്ല കേട്ടോ. ഇവിടെ ഫുള്ളും വെള്ളയായിരിക്കും, അതായത് മഞ്ഞ് കൊണ്ട് ഇവിടെ ഫുള്ളും മൂടിക്കിടക്കുമായിരിക്കും. ഇപ്പം നമുക്ക് സമ്മർ ആയതുകൊണ്ടാണ് ഇത്രയും ഗ്രീനറിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്ത് രസമാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സമ്മറിൽ തന്നെ കൂടുതൽ വരുന്ന രസം. കാരണം ഈ ഗ്രീനറീസും ഇവിടുത്തെ കുതിരകളും എല്ലാവരും ഇത് കണ്ട കുതിരകളൊക്കെ കണ്ട എന്ത് രസമാണല്ലേ. ഭയങ്കര ഇവിടെ ഒക്കെ നോക്കിക്കേ എന്തോരം കുതിരകളാണ്. എനിക്ക് അതൊക്കെ കണ്ടിട്ട് അയ്യോ അങ്ങോട്ട് ഓടിച്ചാടി പോകാൻ. പക്ഷെ നമുക്ക് അവിടെ ഒന്നും നിർത്തി തന്നില്ല കേട്ടോ. അതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ടായിരുന്നു. അവിടെ നോക്കിക്കേ ഇത് അവിടെയൊക്കെ കുതിരകൾ നിൽക്കുന്നുണ്ടാ. അപ്പം ഈ ഒരു വ്യൂസൊക്കെ കാണണമെങ്കിൽ ബെറ്റർ നമുക്ക് സമ്മർ ടൈം തന്നെയാണ്. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. ഇവിടുത്തെ കറക്റ്റ് കസക്കിസ്ഥാനിലെ ഒരു നാഷണാലിറ്റി ആയിട്ടുള്ള ഒരു അമ്മ അവിടെ നിന്നിട്ട് അവിടുത്തെ ഓതൻറ്റിക് ആയിട്ടുള്ള ഫുഡ്സ് കുക്ക് ചെയ്യുന്നതാണ്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മൾ ഇത് കണ്ട അവിടെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ചിക്കൻ എല്ലാം ഇവരിങ്ങനെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ആ അമ്മ അത് ഈ ചിക്കനും ഇതൊക്കെ എടുത്തിട്ട് ഫുള്ളും ഗ്രില്ല് ചെയ്തിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡൊക്കെ. നമ്മൾ ഏകദേശം 5:04 നിങ്ങൾക്ക് ടൈം കാണാം. കറക്റ്റ് 5:04 നമ്മൾ കോൾസായി ലേക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് നടക്കുവാണ്. ഭയങ്കര ത്രില്ലിലാണ്. ഫസ്റ്റ് ടൈമല്ലേ നമ്മൾ കാണുന്നത്. എനിക്കറിയില്ല, എല്ലാവരും പറയുന്നത് ഭയങ്കര വ്യൂസാണ്. നമ്മൾ വരുന്ന വഴിക്കൊക്കെ വിഷ്വൽസ് കണ്ടാൽ ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ നമ്മൾ അകത്ത് ചെല്ലുമ്പം 2 ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം ഹോഴ്സ് റൈഡിങ്ങും ഒരെണ്ണം നമ്മൾ ഒരു ബോട്ടിങ്ങിനും പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ട് കാണാം. ഇവിടെ വിലപേശൽ നടക്കുകയാണ്. ആര് ജയിക്കും?
നമ്മൾ കോൾസായി ലേക്കിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് കോൾസായി ലേക്കിൻ്റെ ടോപ്പ് വ്യൂ. എനിക്കിത് പറഞ്ഞു തരാൻ അറിയത്തില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ഇനി നമ്മൾ താഴേക്ക് പോകുവാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് ബോട്ടിങ് ചെയ്യണം. ഈ ബോട്ടിങ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഹോഴ്സ് റൈഡിങ്ങിന് ചെയ്യാൻ പോണത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 20 to 25 മിനിറ്റ്സ് ഒക്കെ ബോട്ട് റൈഡിങ് കാണും. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നോക്കിക്കേ, ഈ ഹോഴ്സ് റൈഡിങ്ങിന് കൊണ്ടുവരുന്ന കുതിരകളൊക്കെ അത് ഇവിടെ വന്നിട്ടാണ് വെള്ളം കുടിക്കുന്നത്. ഈ ഹോഴ്സിന് മുകളിലിരിക്കുന്നത് ഇവിടുത്തെ ടൂറിസ്റ്റുകൾ തന്നെയാണ് കേട്ടോ. നമ്മളങ്ങനെ ബോട്ടിങ്ങിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് നേരെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇതേ കാണാൻ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലത്തേക്ക് പോകുവാണ്. അങ്ങനെ നമ്മൾ ഇതേ ബോട്ടിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ 5 പേരാണ് ഉള്ളത്. അങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നേരെ ബോട്ടിൽ കയറി. ഇതേ ഇർഫാൻ ബ്രോയാണ് നമ്മുടെ ബോട്ട് തുഴയാനായിട്ട് പോണത്. ഭയങ്കര ഫുൾ കോൺഫിഡൻസിലൊക്കെ ഇതേ തുഴയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ തുഴയാന്ന് പറഞ്ഞിട്ട് വേണ്ട, ഞാനാണ് ഇന്ന് ഫുള്ള് തുഴയുന്നതെന്ന് പറഞ്ഞ് ഇതേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഇവിടെ ഒരാള്
നമ്മളങ്ങനെ ലേക്കിലൊക്കെ പോയി അടിപൊളി ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുവാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഹോഴ്സ് റൈഡിങ്ങിനാണ് പോണത്. അടിപൊളി എക്സ്പീരിയൻസ്. പിന്നെ നമുക്ക് ബോട്ടിങ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നമുക്ക് ഡ്രോണിൻ്റെ ഒക്കെ ഇൻക്ലൂഡഡ് ആക്കാമായിരുന്നു. നമ്മൾ അതൊക്കെ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. ഒരു 10,000 ടെൻ്റാണ് കൊടുത്തത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങോട്ടൊക്കെ വ്യൂ നോക്ക്. ഇവിടെ കറക്റ്റ് 7 മണി വരെയാണ് നമുക്ക് ബോട്ടിംഗ് ഉള്ളത്. അത് കഴിയുമ്പോൾ ഇവർ ക്ലോസ് ആക്കും. പിന്നെ നമുക്ക് നേരെ ഹോഴ്സ് റൈഡ് ഉണ്ട്. ഹോഴ്സ് റൈഡ് 2 സെക്ഷൻ ഉണ്ട്. അതായത് ഫസ്റ്റ് നമുക്ക് മേളിൽ നിന്ന് കയറുമ്പോൾ തന്നെ ഡയറക്റ്റ് ഹോഴ്സ് റൈഡിങ്ങിനായിട്ട് പോകാം. പക്ഷെ നമ്മൾ ചൂസ് ചെയ്തത് ഫസ്റ്റ് ബോട്ടിങ്, പിന്നെ മേളിൽ വന്നിട്ട് അവിടെ നേരെ ഹോഴ്സ് റൈഡിങ്. അപ്പോൾ ഇതാണിത്, നോക്കിക്കോ. എന്താ ഹോഴ്സ് റൈഡിങ് ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് പേടിയാണ്. എനിക്ക് കാണുന്ന പോലെയല്ല. ഞാൻ മറ്റേ ഇതൊരു ശബ്ദം ഉണ്ടാകും, അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ താഴത്തോട്ടു. എനിക്ക് പേടിയായിട്ട് റബ്ബേ. അയ്യോ, എനിക്ക് പേടി വരുന്ന റബ്ബേ. റബ്ബിലെ കൂടെ പോകണുണ്ടോ? Bye. നമ്മളപ്പോൾ താഴത്ത് ബോട്ടിങ്ങിൽ പോയിട്ട് നേരെ നമ്മൾ വരുന്നത് ഇവിടെ താഴത്ത് തന്നെ ഒരു ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്. ഇപ്പം നമ്മൾ 2 പേർക്കായിട്ടാണ് എടുത്തത്. അതിനായിട്ട് നമ്മൾ 5,000 ടെൻ്റാണ് കൊടുത്തത്. പക്ഷേ അത് വേർത്താണ്. ഇതിപ്പം നിങ്ങൾ ഇങ്ങനെയല്ലേ കാണുന്നത്, പക്ഷെ നമ്മൾ ആ ഹോഴ്സ് റൈഡിങ് ചെയ്ത് വരുമ്പോൾ ഉള്ളൊരു വ്യൂ ഇല്ലേ, എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് നിങ്ങൾ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. പിന്നെ ഇപ്പം എല്ലാം കഴിഞ്ഞ് നമ്മൾക്ക് ഈ കസക്കിസ്ഥാൻ വന്നതിൽ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ കോൾസായിലേക്കാണ്. അടിപൊളി. പിന്നെ നമ്മളിപ്പം ഇതിപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിവിടെ ഫുള്ള് കവറാക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വരാനിരിക്കുന്നവരാണെങ്കിൽ മാക്സിമം നിങ്ങളൊരു ഈവനിങ് ടൈം 4 o'clock ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് കവർ ചെയ്തിട്ട് വരാൻ പറ്റും. നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാനുണ്ട്. പിന്നെ നമ്മൾ ബോട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഒരു ഡ്രോൺ വ്യൂവും കൂടെ നമ്മൾ ആഡ് ആക്കി. അതിന് നമ്മൾ 10,000 ടെൻ്റ് കൊടുത്തിരുന്നു. പക്ഷേ
അതും വർത്താണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻജോയ് ചെയ്തെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ.